അതിൻ്റെ ഇടയ്ക്ക് കണ്ട കാഴ്ചയാണ്. ഇതുണ്ടോ, ഇത് എലിയാണ് കേട്ടോ. എലിയെ വരെ ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. അതായത് ഉണക്കമീൻ കഴിക്കാൻ വേണ്ടി വന്നവരാണ്. ഉണക്ക മീനിനെല്ല ഉണക്ക പൂച്ച വരെ കഴിക്കുന്നവരാണ് നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ. നമസ്കാരം, ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു അത്യാവശ്യ മെസ്സേജ്, ഒരു അത്യാവശ്യ കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനായിട്ട് വന്നതാണ്. കടവൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്, തമിഴ്നാടിനടുത്തുള്ള കടവൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ കണ്ട ഒരു കാഴ്ച, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലേക്ക് ഉണക്കമീൻ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കരുവാട് എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് വരുന്ന ഒരു സ്ഥലമാണിത്. കാരണം ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇവിടെ കിടക്കുന്ന അറിയാം, മലയാളികളുടെ വണ്ടിയാണ്. ഈ കാണുന്ന ലോറികളെല്ലാം മലയാളികളാണ്. ഇവിടെ ഉണക്കമീൻ പ്രിയപ്പെട്ട ആളുകളുടെ, നമ്മുടെ മലയാളികളിലേക്ക് എത്തിക്കുന്ന രീതി, അത് പ്രേക്ഷകരെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടി വന്നതാണ്. കാരണം ഇവിടെയൊക്കെയാണ് ഈ മീൻ കഴുകുന്ന, ഈ വെള്ളത്തിലേക്കാണ് മീൻ കഴുകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടാലറിയാം, അത്രയും വൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ മീൻ കഴുകുന്നതും ഉണക്കുന്നതും വൃത്തിയില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നതും. പാട്ടിയൊക്കെയാണ് നമുക്ക് ഉണക്കമീൻ ഉണ്ടാക്കി തരുന്നത്. കണ്ടോ, ഉണക്കിയില്ലേ? ഇതുണ്ടോ മീനൊക്കെ കിടക്കുന്നത് കണ്ടോ. ഈ മീനാണ് ഇവർ ഓരോ കുടുംബമായിട്ടാണ് എടുക്കുന്നത്. ഓരോരുത്തരും എടുത്തിട്ട് കൂട്ടിയിട്ട് ലോഡാക്കി കയറ്റി വിടും അല്ലേ? നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കും, ലോഡാക്കും, അല്ല ലോഡാക്കി വിടും ഈ സാധനമൊക്കെ അല്ലേ? ഉണ്ടോ കൊണ്ടുവരുന്നത് കണ്ടോ? ഇതെല്ലാം ഇതുണ്ടോ, ചായ കുടിക്കാൻ പൈസ. ആദ്യം ഞാനിത് എടുക്കട്ടെ. ഈ ഉണക്കി ഇട്ടിരിക്കുന്നുണ്ട് ഇവർ. ഈ ഉണക്കി ഇട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മുള്ളൻ മീൻ. ഉണ്ടോ, കുറിച്ചി മീൻ എന്നൊക്കെ പറയും, മുള്ളൻ മീൻ എന്നൊക്കെ പറയും. നിങ്ങൾ നോക്കിയാൽ ഇത് കണ്ടോ, ഈ സാധനമാണ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നല്ല വെളുത്ത് തുടുത്തിരിക്കും. അത്രയും നല്ല വൃത്തിയാണ് ഈ മീനിന്. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് പട്ടി മുള്ളുകയും പട്ടിയും പൂച്ചയും വൃത്തികെട്ട പട്ടികൾ, അതെന്നുവെച്ചാൽ പുഴുക്ക് പിടിച്ച പട്ടികൾ ഇതിൽ നടന്നു പോകുന്ന പല കാഴ്ചകൾ കാണാം. അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഈ സാധനമാണ് മലയാളി വലിച്ചു കയറ്റുന്നത്. ഇത് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഉപ്പിട്ട് കായ വെച്ചത് രാവിലെ ഉപ്പിട്ട് വെച്ചു. വാരി പോട്ടോ ഇതിലേ പൂച്ച വരും. ഇത് പുഴു വരും അല്ലേ? കൊട്ടണ വെയിലത്ത് വെച്ചില്ലേ പുഴുവാവും, കൂടുതൽ പുഴു വരും. അപ്പം ഈ സാധനം ഉപ്പിട്ട് വെക്കും, ഇനി ഉണക്കും. അപ്പം നേരെ ഇല്ലെങ്കിൽ എടുത്ത് ഉണക്കിയില്ലെങ്കിൽ ഇതുണ്ട് ഇതുപോലെ പുഴു വരും. മരുന്നാ? എന്ത് മരുന്ന്? പൂച്ചി മരുന്ന്, അത് പോട്ടോന്ന് சொன்னா അതായത് പുഴുവിന്റെ മരുന്ന് ഇതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ പുഴു പൊക്കോളും. ഓ ശരി. മീനിനകത്തൊക്കെ അങ്ങനെ പുഴു ഇട്ട് കഴിഞ്ഞാൽ പുഴു വരത്തില്ല. അതെന്നാ മരുന്ന് ചേട്ടാ? എന്നാ മരുന്ന്? പുഴുമരുന്ന് അടിച്ചാൽ മരുന്ന് എടുത്തോണ്ടോ. പക്ഷെ ഇത് കേരളത്തിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഇருக்கு. കേരളത്തിൽ വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താ പറഞ്ഞേ? அது வேற கெமிக்கல் போடுறது. அங்க கேரளாவுல போடுறீங்கல்ல, அது சாப்பிட்ற பொருள்ல கெமிக்கல் போட்டு தான். அது எனக்கு தெரியும். நான் கேரளாவில் வந்து கோழிக்குள்ள சிறுமன் போட்டுக்கு போயிட்டு என்ன அங்க இருந்து வர்றது கெமிக்கல். கேரளாவில் இந்த மீன் நல்லா பிடிக்கும். உணக்கமீன் சொல்ல, இந்த கருவாடுன்னு சொல்லுவான். கருவாடுலாம் அங்க அதிகம் கிடையாது. அந்த கெமிக்கல் என்ன கெமிக்கல்? அது என்ன கெமிக்கல்னு அவங்கள தான், கேரளாக்காரங்க தான் கேட்கணும். ஆனா மீன்ல சாப்பிட்ற இதுதான் മരുന്ന്. ഇത് മരുന്ന് അല്ലേ? ഇത് എന്താ മരുന്ന്? ഇത് എന്താ പൂച്ചി മരുന്നാ? ഇത് നമ്മുടെ ഉണക്കമീനിനകത്ത് പുഴുവിനെ അടിക്കാൻ വേണ്ടി മെഗാഡോൾ ഡസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് ഇവർ ഇടുന്നത്. കണ്ടോ പൂച്ചി, ഇത് കണ്ടോ വണ്ടിനെയും ഇത് കണ്ടോ ഈ പുഴുവിനെയൊക്കെ കളയാനായിട്ട് ഈ മരുന്ന് ഇവരിടും. ഇവരിത് ഈ സാധനം കഴിക്കുകയല്ല, ഇവർ ഇത് ക്ലീൻ ചെയ്തവർ ഇവർ കഴിക്കുകയല്ല. അതിന് പകരം ഇവർ മുരിങ്ങയിലേക്കാണ് കഴിക്കുന്നത്. ഇത് സാപ്പിട വേണ്ടേ? இதெல்லாம் நமக்கு இல்ல, வெளியே விற்காൻ வேண்டிட்டா இது நாங்க சாப்பிடுறோம். ஞாயிற்றுக்கிழமைக்கு நல்ல நாளா இருந்தா செய் வந்து வாங்கி வந்திருக்கேன். 300 ரூபாய் இதுல வாங்கிட்டு வந்து இத வச்சு ஃப்ரிட்ஜ்ல ஆஞ்சி எல்லாம் எடுத்துக்கிட்டு பிள்ளைங்க கடத்தர்ல இருக்கு. இது நல்ல மீன் അല്ലേ? கொண்டு போய் வச்சு பிள்ளைங்கள சாப்பிடுறோம். இப்ப சாமி நல்ல மீன் அவர்க்கே வெச்சிട്ടുണ്ട്. அவங்களுக்கு பிள்ளைங்க இருக்குல்ல, குழந்தைங்க இருக்கு. അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മീൻ കഴിക്കാറില്ല. ഇവര് നല്ല മീൻ ഫ്രിഡ്ജ് മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് മാത്രമേ അവർ കഴിക്കത്തുള്ളൂ. ഈ ഉണങ്ങിയ മീനല്ല നമ്മുടെ കേരളത്തിലേക്ക് വരും, നമ്മൾ നല്ല രസമായിട്ട് കഴിക്കും. അതാണ് അതിന്റെ സത്യാവസ്ഥ. ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഈ മീൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി ബാറ്ററി പൊടിച്ചു ചേർക്കുക. ഈ ബാറ്ററി പൊടിച്ചു ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടും, ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അതുപോലെ തന്നെ ഇതിന് വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇതിന് അഡിഷൻ വരും, നമുക്ക് വീണ്ടും കഴിക്കാനുള്ള ഒരു അഡിഷൻ വരും. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു കണ്ടന്റ് ഈ മീനിനകത്ത് ചേർക്കുന്നത്. മീൻ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വയ്ക്കും.
ഇതുകൊണ്ടുണ്ടാകുന്ന മാരക രോഗങ്ങൾ എന്ന് പറയുന്നത് ടൈഫോയിഡ് പോലെയുള്ള രോഗങ്ങൾ, അതുപോലെ ടൈഫസ് എന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ, അത്രയും മാരകമായ രോഗങ്ങൾ. അതായത് ബ്രെയിൻ ഫീവർ ഉണ്ടാകുക, അതുപോലെ തന്നെ ഭാവിയിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത, ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ള ഈ ബാറ്ററിയിൽ നിന്നുണ്ടാക്കുന്ന ഇതുപോലെയുള്ള ഉണക്കമീനിന് വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ ഇത് ചീത്തയായി പോകത്തില്ല. അതുപോലെ നമുക്ക് അഡിഷൻ ഉണ്ടാകുന്നു, അത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു സാധ്യതയും അഡിഷൻ നമുക്ക് കൂടുതലായിട്ടുണ്ടാകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ള പ്രായമായവർക്കും നമ്മൾ കൊടുത്ത് അവരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കണ്ട കാഴ്ചയാണ് ഇതുണ്ടോ, ഇത് എലിയാണ് കേട്ടോ. എലിയെ വരെ ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അത്രയും അവസ്ഥയാണ്. മലയാളികൾ പ്രബുദ്ധരാണ്, എന്നും പ്രബുദ്ധരായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് ഉണങ്ങുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാം ചത്ത പൂച്ച വരെ കിട്ടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കണ്ടോ, ഇതൊരു പൂച്ചത്ത് കിടക്കുന്നത്. ഈ സാധനം വരെ നമുക്ക് ഉണക്കമീനാണെന്ന് പറഞ്ഞ് മീനിൻ്റെ കൂടെ കിട്ടും. ചത്ത പൂച്ച കിടക്കണം. ഈ പ്രദേശത്താണ് ഇട്ട് ഉണക്കുന്നത്. ഈച്ചയാർത്ത് കിടക്കുന്ന ഈ സ്ഥലത്തെ മീനാണ്. നമ്മൾ ഉണക്ക പൂച്ച വരെ കഴിക്കും. ഉണക്ക മീനിനല്ല, ഉണക്ക പൂച്ച വരെ കഴിക്കുന്നവരാണ് നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ. എന്ത് ചെയ്യുക അല്ലേ? തീർച്ചയായിട്ടും ഇതുപോലെ കണ്ടോ, നിങ്ങളിത് കണ്ടാലറിയാം, ഇത്രയും വൃത്തിയില്ലാത്ത ഈ രീതിയിലാണ് ഈ സാധനം ഉണക്കി. ഇത് ഉണക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓർക്കും മീൻ ഉണക്കുക എന്ന് പറഞ്ഞാൽ 3, 4, 5, 6 ദിവസം ഇല്ല 6 മാസമാണ് ഉണക്കുന്നതെന്ന്. ഒന്നുമല്ല, ഇവർ ഒരു ദിവസം ഈ സാധനം ഇടും, പിറ്റേൻ്റെ ദിവസം വൈകിട്ട് ഈ സാധനം ഇടും. അതിനകത്ത് കെമിക്കൽ ചേർക്കുന്നുണ്ട്, ബാറ്ററിയുടെ വെള്ളം ചേർക്കുന്നുണ്ട്, മോശപ്പെട്ട പല സാധനങ്ങൾ ചേർത്താണ് ഈ സാധനം നമ്മളിലേക്ക് എത്തിക്കുന്നത്. കാരണം അത്രയും വൃത്തികെട്ടൊരവസ്ഥയിലേക്ക് ഈ സാധനം നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കഴിക്കുന്നു, പ്രായമുള്ളവർ കഴിക്കുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസറിന് സാധ്യതയുള്ളൊരു സാധനമാണ് ഉണക്കമീൻ എന്ന് പറയുന്ന കരിവാട് എന്ന് തിരുവനന്തപുരത്തുകാർ വിളിക്കുന്ന ഈ ഒരു സാധനം. വൃത്തികെട്ട പല അവസ്ഥയിലും ഈ സാധനം എന്ന് പറയുന്ന സാധനം നമ്മളിത് കഴിക്കുന്നു, മോശപ്പെട്ട വെള്ളത്തിൽ കഴുകുന്നു, ക്ലീൻ അല്ലാത്ത സാധനം നമ്മൾ ഉപയോഗിക്കുന്നു. ഏറ്റവും ആരോഗ്യദായകമായിട്ട് കണ്ടോ, ഇവിടുത്തെ വെള്ളമൊക്കെയാണ് ഈ കിടക്കുന്നത് കണ്ടോ. ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലാണ് ഈ ഉണക്കമീൻ എന്ന് പറയുന്ന സാധനം. കാരണം കണ്ടാൽ സഹിക്കാത്തൊരവസ്ഥ, അത്രയും വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥ. ഞാനും എൻ്റെ സുഹൃത്ത് പ്രദീപ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. തീർച്ചയായിട്ടും പ്രദീപ്, എന്താണ് ഇവിടുത്തെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? നമ്മൾ കണ്ടില്ലേ, വളരെ വൃത്തിഹീനമായ ഒരവസ്ഥ. എല്ലാം മീനിനും കോഴിക്കും മനുഷ്യനും പട്ടിക്കും എല്ലാം ഒരേ സ്ഥലം. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ചത്ത എലി കിടക്കുന്നു, ചത്ത പൂച്ച കിടക്കുന്നു, പുഴു അരിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞു, പുഴുവിനെ കാണിച്ചു തന്നിട്ട് പറയാ, കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പുഴുവെല്ലാം ചത്തുപോകും, ഇത് കേരളത്തിലേക്ക് കൊടുക്കാവുന്നു. അല്ലാണ്ട് അയാൾ തന്നെ പറയാണ് എല്ലാവരും മനുഷ്യരാണ്, ഈ മനുഷ്യർക്ക് ഇത് കൊടുക്കാനായിട്ട് പൊല്യൂഷൻ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും ആരും ശ്രദ്ധിക്കുന്നത് നമ്മുടെ നാട്ടില് എന്ത് വന്നാലും നിങ്ങളുടെ നാട്ടിലേക്ക് പോയി അവിടെ വിൽക്കാൻ പറ്റുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കയറ്റി വിടുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇവർ ഈ സാധനം കഴിക്കാറില്ല, ഇവർക്ക് വേണ്ട. അവര് കണ്ടില്ലേ, ചീരയോ മുരിങ്ങയിലോ ഒക്കെ മേടിച്ചോണ്ട് വെച്ചിരിക്കുക. എന്നിട്ട് കടപ്പുറത്ത് വരുന്ന ഫ്രഷ് മീൻ, ഇവിടുന്ന് ഈ ചൂണ്ടക്കാരൊക്കെ കിട്ടുന്ന ഫ്രഷ് മീനുണ്ട്, ഇത് മേടിച്ച് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ കടപ്പുറത്തുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ അപ്പി ഇടുന്നതും മുള്ളുന്നവരെ കടലിലേക്ക് ഈ വെള്ളത്തിലേക്കാണ്. ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഒരു പിടിച്ച് ആ വെള്ളത്തിലേക്ക് മാത്രമല്ല, നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നു പട്ടിയായിട്ട് ബോളിൽ കൂടെ ഓടി നടക്കുന്നത്, പട്ടി തീട്ടപ്പരെ കാണും, എല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിച്ച് വളരെ വിശേഷ വസ്തുവായിട്ട് കഴിക്കുന്നത്. ദയവ് ഇത് നമുക്കൊക്കെ പറയാനുള്ളത് ബ്രദറെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഉണക്കമീൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കുക. നല്ല മത്സ്യം മേടിച്ച് കഴിക്കുക. കാരണം ഇവിടെയുള്ള വളരെ സാധാരണക്കാരാണ്, പണിക്കാരാണ്, അവർ ജീവിതവൃത്തിക്ക് വേണ്ടി ചെയ്യുന്നവരാണ്. പക്ഷേ ഇതിനകത്ത് ഏജൻസികൾ, നമ്മൾ കേരളത്തിലെ ഏജൻസികളാണ് ഏറ്റവും കൂടുതൽ തെണ്ടിത്തരം കാണിക്കുന്നത്. മലയാളികളെ ഏറ്റവും കൂടുതൽ കൊന്നുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടുകാരല്ല, നമ്മുടെ മലയാളികൾ തന്നെയാണ്. കാരണം പച്ചക്കറി ആയാലും ഈ പറയുന്ന മത്സ്യമാണെങ്കിലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മായം ചേർക്കുന്നത്, നമ്മുടെ ഭക്ഷണങ്ങളിലും നമ്മുടെ ജീവിതത്തിലും മായം കലർത്തുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു പുതിയ അറിവാണ്. തീർച്ചയായിട്ടും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇതൊരു തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ട്രൂ TV ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. നന്ദി, സ്നേഹം. ട്രൂ TVക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ.